വെക്കേഷൻ ആയപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് ടൂർ പോകാമെന്ന് വിചാരിച്ചു. ടൂർ മീൻസ് ഒരു 1 ഡേ ടൂറ്, ജസ്റ്റ് ഒന്ന് പോയി കടലൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ കടൽ കാണാൻ വേണ്ടി ഞങ്ങൾ പോയത് സ്നേഹതീരത്തിലേക്കാണ് കേട്ടോ. കുറേ ആയി അങ്ങനെ കടലിൽ പോയി കളിച്ചിട്ടും കടലൊക്കെ കണ്ടിട്ടു. അപ്പോൾ ഞങ്ങൾ പെരുന്നാളിൻ്റെ ഒരു ടൈമിൽ പോവാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. ഞങ്ങളിവിടെ എത്തിയപ്പോൾ അത്യാവശ്യം ആൾക്കാരും ഉണ്ടായിരുന്നു, നല്ല വെയിലും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഒന്ന് വെയിൽ കുറയുന്ന വരെ മക്കളായിട്ടൊന്ന് പാർക്കിൽ കളിക്കാമെന്ന് വിചാരിച്ചു. അത്യാവശ്യം കുട്ടികൾക്ക് കളിക്കാനുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നേഹമോളും ഫൈക്കുട്ടനും കൂടിയിട്ട് ഭയങ്കര കളിയിലാണ് കേട്ടോ. അവർ ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര എൻജോയ് ആയിട്ട് അവർക്ക് നല്ല കളിയായിരുന്നേ. അപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന അവരെ കുറച്ച് നേരം കളിപ്പിച്ചു. നമുക്ക് വെയിലൊക്കെ ഒന്ന് അരടി ജസ്റ്റ് ഇറങ്ങിയാൽ മതി എന്ന് വിചാരിച്ച് അങ്ങനെ ഇരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവർ കളിച്ചു തുടങ്ങിയപ്പോൾ ഭയങ്കര കളിയായി, പിന്നെ നിർത്തണേ ഉണ്ടായിരുന്നില്ല കേട്ടോ. അത്ര നല്ല കളിയായിരുന്നു. പിന്നെ അവിടെ മീനുകളുണ്ടായിരുന്നു കേട്ടോ. അവർ ജസ്റ്റ് ഒരു മറ്റേ അക്വേറിയം പോലെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ കുറേ മീനുകളുണ്ടായിരുന്നു, വലിയ വലിയ മീനുകളാണ്, പേരൊന്നും നമുക്കറിയില്ല, പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. കുട്ടികൾക്കൊക്കെ കണ്ടപ്പോൾ ഭയങ്കര കൗതുകവും ഇത്ര വലിയ മീനൊക്കെ ഇങ്ങനെ എടുത്ത് കാണും ഭയങ്കര സന്തോഷം പോലെ കേട്ടോ. പിന്നെ അവർ കുറച്ച് നേരം ഊഞ്ഞാലൊക്കെ ഒന്ന് ആടിപ്പിച്ചു. അവർ കുറച്ച് നേരം ആടിന് ശേഷം പിന്നെ ഞങ്ങൾ ആടാൻ തുടങ്ങിയിട്ട്, ഊഞ്ഞാൽ കണ്ട് ആരാ ആടാത്തത്, കുറച്ച് നേരം ഞങ്ങളൊക്കെ ഒന്ന് ആടി. പിന്നെ അതിൽ കൂടെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണാണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കണ്ട് അങ്ങനെ ചുറ്റി അടിച്ച് നടന്നു കേട്ടോ. വെയിലൊന്ന് ജസ്റ്റ് ഒന്ന് കുറയണ കണ്ടാൽ ഞങ്ങൾക്കൊന്ന് ഇറങ്ങാമെന്ന് വെച്ചിട്ടിരിക്കണേ. പിന്നെ എനിക്ക് വീഡിയോ എടുക്കാണ്ടായിരുന്നു, നല്ല കാറ്റും കടലൊക്കെ ഉണ്ടായതുകൊണ്ട് വേഗം ഞാനൊരു വീഡിയോ എടുത്തു കേട്ടോ. അതിന് പറ്റിയൊരു സോങ്ങും വെച്ചിട്ട് പിന്നെ ഫോട്ടോ കുറച്ചൊക്കെ എടുത്തു എല്ലാവരും കൂടിയിട്ട്. പിന്നെ പതുക്കെ അങ്ങോട്ട് കടലിൽ ഇറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. ടൈം അത്യാവശ്യം ആയിട്ടുണ്ടായിരുന്നു. വെയിൽ കുറയാൻ നിന്നാൽ ചിലപ്പോൾ ഇനി നേരം വഴുകുന്നാണ് അങ്ങനെ ഇറങ്ങി കേട്ടോ. അപ്പം ഞാൻ അത്ര ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, കാലൊക്കെ ജസ്റ്റ് നനക്കുക ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാവരും നല്ല കളി കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നേഹമോളൊന്നും അങ്ങനെ കയറുന്നേ ഉണ്ടായിരുന്നില്ല, ഭയങ്കര കളിയായിരുന്നു കേട്ടോ. ഞാൻ വീഡിയോസ് എടുക്കലും അതുപോലെ അവരെ കളിക്കാളിയൊക്കെ നോക്കിയിട്ടിരിക്കുകയായിരുന്നു. ജസ്റ്റ് ഒന്ന് നനയ്ക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു, കൂടുതലായിട്ടൊന്നും കളിച്ചിട്ടുണ്ടായിരുന്നില്ല. അവരൊക്കെ നന്നായിട്ട് കളിച്ച് നനഞ്ഞ് നല്ലപോലെ നനഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല കാറ്റുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കാലാവസ്ഥയും മാറിയിട്ടുണ്ടായിരുന്നു, മഴക്കാറ് പോലെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നേഹമോളും കണ്ടോ ഭയങ്കര കളിയാണ് കേട്ടോ. എല്ലാ ഫൈവിക്കുട്ടനും എല്ലാവരും കൂടി നല്ല കളിയായിരുന്നു കേട്ടോ. ഭയങ്കര സന്തോഷമായിരുന്നു കുറേ നാളിന് ശേഷം ഇങ്ങനെ കാണുമ്പോഴും കളിക്കുമ്പോഴൊക്കെ കേട്ടോ. ഇനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകണം എന്നൊക്കെ ഉണ്ട് മനസ്സിൽ, പോകാൻ പറ്റട്ടെ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുക ചെയ്യുന്നു കേട്ടോ, കടലിൻ്റെ തിരയും നോക്കിയിട്ട്. പിന്നെ മക്കളെയൊക്കെ ഓരോന്നിനും അതിന് കയറ്റാൻ തുടങ്ങി. കുറേ കളിച്ചാൽ ഇനി ജലദോഷമൊക്കെ പിടിക്കുമെന്ന് പറഞ്ഞിട്ട് കയറ്റാൻ തുടങ്ങി. പിന്നെ മഴയും പെയ്യാൻ തുടങ്ങിയിട്ടോ. അപ്പോൾ എല്ലാവരും കാലൊക്കെ കഴുകി കയറി അകത്തേക്ക് കയറാൻ തുടങ്ങി. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു യാത്ര. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം തോന്നി. കുറേ ഫോട്ടോസ് എടുത്തു, നല്ല ഭംഗിയുണ്ടായിരുന്നു. പോയപ്പോൾ നല്ല വെയിൽ പ്രതീക്ഷിച്ചാണ് പോയത്, പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ കളിക്കാൻ പറ്റിയൊരു മൂഡായിരുന്നു കേട്ടോ. വന്നവരെല്ലാവരും ഫോട്ടോസ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ബൈ.